ലൈവിൽ ഇപ്പൊ നടക്കുന്നത് എന്താണെന്നറിയോ? ദ ക്യൂരിയസ് കേസ് ഓഫ് അനുമോൾ ആൻഡ് അനീഷ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ഷാനവാസ് ഇക്കയാണ് കേസിന്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് അനുമോൾക്കും അനീഷിനും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വീക്ഷിച്ച് അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ഇക്കയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇക്ക അതെങ്ങനെയും കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത്. ആദിലയുണ്ട്, പിന്നെ അനീഷുണ്ട്. ഇവരെല്ലാവരും കൂടി ആ ഒരു ബീം ബാഗിന്റെ ആ ഒരു ഏരിയയിൽ ഇരിക്കുകയായിരുന്നു, സോഫയിൽ ഇരിക്കുകയായിരുന്നു. അനുമോൾ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അനീഷ് എണീറ്റ് പോകുന്നു. എന്നിട്ട് അനീഷ് പോയി ആ ഊഞ്ഞാലിലിരിക്കുന്നു. ഉടനെ അനുമോൾ എണീറ്റ് പോയിട്ട് ഊഞ്ഞാലിലേക്ക് ഇരിക്കുന്നു. അപ്പൊ അനീഷ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അനീഷേട്ടാ ഇരിക്കുക, അനീഷേട്ടാ സംസാരിക്കാം. ഇല്ല അനുമോൾ, ദാറ്റ് ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടുന്ന് പോകുന്നു. എന്നിട്ട് ലിവിംഗ് റൂമിൽ കൂടി ഓലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിനെ പോലെ തന്നെ കൈയും കെട്ടി അനുമോളും കൂടെ നടക്കുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ ഷാനവാസ് ഇങ്ങനെ തലയിലും കൈവച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാറിനെ പോലെ തലയും ചൊറിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. ആദിലയുടെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം, എന്താണ് ഇവർക്കിടയിൽ, എന്ത് പറ്റി, അനീഷിനും അനുമോൾക്കും എന്ത് പറ്റി എന്നാണ് ഷാനവാസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് മിണ്ടാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അനീഷ് പറയുന്നത് ചാപ്റ്റർ ക്ലോസ് ചെയ്തു, അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും എനിക്ക് വയ്യ, ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറല്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട അക്ബർ അവിടെ ഇരുന്നിട്ട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്, റബ്ബേ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ നെവിൻ എന്തോ ചെവി പറയുന്നുണ്ട് കേട്ടോ, അത് കേട്ടില്ല എന്താണെന്നുള്ളത്. ഷാനവാസ് ഇങ്ങനെ തല്ല പോഞ്ഞ് ആലോചിക്കുന്നുണ്ട്, എന്താണ് സംഭവം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്ത് പറ്റി. ആദിലയും അനുമോളും രണ്ടുപേരും ഓരോ മുട്ടാപ്പോക്കിനാരും പറഞ്ഞ് ഷാനവാസിനെ തിരിച്ചുവിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് വീണ്ടും വീണ്ടും സംശയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോള് പറയുന്നുണ്ട് അതൊരു വാക്തർക്കം ഉണ്ടായി. പിന്നെ ആദില പറയുന്നുണ്ട് അനാറ് കൊടുക്കാത്ത കേസാണ്. ഞാൻ എത്ര അനാറ് വേണമെങ്കിലും കൊടുക്കുമല്ലോ എന്റെ അനീഷിനെന്ന് ഉടനെ ഷാനവാസ്. ഇത് മിക്കവാറും ഷാനവാസ് കണ്ടുപിടിക്കും കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. ഇത് ലാലേട്ടൻ വരുന്നത് വരെ ഒന്നും നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യം ഓർത്ത് ലാലേട്ടൻ വന്നിട്ടായിരിക്കും ഷാനവാസ് ഇത് അറിയുന്നതെന്ന്. പക്ഷെ അധികം വൈകാതെ തന്നെ അറിയും. ഇപ്പോഴത്തേക്ക് അറിഞ്ഞു കാണും, പോയി ലൈവ് പോയി കാണട്ടെ. എന്തായാലും ഒരു റൊമാൻറ്റിക് കോമഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നായകന് റിജക്ഷൻ കിട്ടിയത് മാത്രം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.